ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ടെയിൽ. ഇവരുടെ വെഡ്ഡിങ്ങിന്റെ ഇടയ്ക്ക് ഹീജ് ബോധം കെട്ടി വീഴുന്നത് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. ഇയാൻ മാത്രമല്ല അവിടെയുള്ള എല്ലാവരും പാനിക് ആകും. റോയൽ ഫിസിഷ്യനെ വിളിക്കാൻ വേണ്ടി ക്യൂൻ മദർ പറയുമ്പോൾ എന്റെ വൈഫിനെ ആരും തൊട്ടു പോവരുത്, ഇവളെ എത്രയും പെട്ടെന്ന് പാലസിന്റെ പുറത്തു കൊണ്ടുപോകണമെന്ന് ഹ്യോങ്ങിനെ വിളിച്ച് ഇയാൻ പറയും. ഹീജുവിന്റെ അച്ഛനെ വിവരം അറിയിക്കാനും ഇയാൻ പറയും. ഇയാൻ എന്നിട്ട് ഹീജുവിനെ കാസ്റ്റൽ ഗ്രൂപ്പിന്റെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. ഹീജുവിന് എന്തു പറ്റുമോ എന്ന് പേടിച്ച് അവിടുത്തെ സ്റ്റാഫിനോട് ഹോസ്പിറ്റൽ വരെ അവരുടെ കാറിന് എസ്കോർട്ട് നിൽക്കാനും ഹോസ്പിറ്റലിൽ അവൾക്ക് സെക്യൂരിറ്റി ഏർപ്പാടാക്കാനും ഒക്കെ മിൻ പറയും. ഹീജുവിന്റെ പൾസ് റേറ്റ് ഒക്കെ കുറഞ്ഞുകൊണ്ടേ നിൽക്കും. അവൾക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന പേടിയോടെയാണ് ഇയാൻ നിൽക്കുന്നത്. ഇയാന്റെ പ്രൈവറ്റ് റെസിഡൻസിലേക്ക് ദോ വരുന്നത് കണ്ട് നീ ഹോസ്പിറ്റലിൽ പോയില്ലേ, ഞങ്ങളെല്ലാം അങ്ങോട്ട് വരാൻ നിൽക്കുകയാണ് എന്ന് സ്റ്റാഫ് പറയുന്നത് കേട്ട് ഹീജുവിന്റെ സെക്യൂരിറ്റിക്ക് വേണ്ടി ദോ അടക്കം എല്ലാവരും ഇപ്പൊ ആ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നവൾ പറയും. അവിടുത്തെ ആ സ്പൈയെ നോക്കിക്കൊണ്ടാണ് ദോ അത് പറയുക. ഇപ്പൊ ആ സ്റ്റാഫൊക്കെ ഒരുപാട് പേടിക്കും. വിവരം പറഞ്ഞ് ഹീജുവിന്റെ അച്ഛനും ബ്രദറും സിസ്റ്ററിലോയും എല്ലാം ഹോസ്പിറ്റലിലേക്ക് വരും. ഇപ്പൊ ഡോക്ടർ വന്ന് ഹീജുവിന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, അവള് കുടിച്ച മരുന്ന് ഓവർഡോസ് ആയതാണ്, അത് കൂടിയാൽ മരണം വരെ സംഭവിക്കാമായിരുന്നു, പക്ഷെ അതിന്റെ ആന്റിഡോട്ടൊക്കെ കൊടുത്ത് ഇപ്പൊ അവള് ഓക്കെ ആണെന്ന് പറയും. ഡോക്ടറൊക്കെ പോയതിനു ശേഷം ഹീജുവിന്റെ അച്ഛൻ ഇയാന്റെ മുഖത്തടിക്കും. പ്രിൻസിനെ അടിച്ചത് കൊണ്ട് അവിടുത്തെ സെക്യൂരിറ്റീസ് എല്ലാം അവിടേക്ക് ഓടി വരും. അവരോടൊക്കെ ഇയാൻ മാറി നിൽക്കാൻ പറയും. ഹീജുവിന് സംഭവിച്ചതിന് അവൻ വെറുതെ നിൽക്കില്ല, അത് അവൻ ഹാൻഡിൽ ചെയ്തോളാമെന്ന് ഹീജുവിന്റെ അച്ഛൻ അവന് വാക്ക് കൊടുക്കും. ടെൻഷൻ അടിച്ചു നിൽക്കുന്ന ക്യൂൻ മദറിന്റെ അടുത്തേക്ക് അവരുടെ കോർട്ട് ലേഡി വന്ന് പറയും അവൾക്കാരോ പോയിസൺ കൊടുത്തതാണെന്ന്. ഇതൊക്കെ അറിഞ്ഞ മിൻ വളരെ ദേഷ്യം പിടിച്ചുകൊണ്ട് ഇയാൻ എവിടെയാണെന്നൊക്കെ ചോദിക്കും. നീ അവളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടു, നിന്റെ വൈഫായ ഉടനെ തന്നെ അവൾക്ക് അപകടം സംഭവിച്ചു എന്നൊക്കെ ദേഷ്യം പിടിച്ചുകൊണ്ട് മിൻ പറയുമ്പോ പാലസ് ഫുൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൻ ഓർഡർ കൊടുക്കും. പാലസിലെ എല്ലാവരെയും പരിശോധിക്കണം എന്ന് ഇയാൻ പറയും. പാലസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ക്യൂൻ മദറിനോട് മിൻ പറയുമ്പോ പാലസിന്റെ അഭിമാനത്തിന് അത് ബാധിക്കുമെന്ന് പറഞ്ഞ് ക്യൂൻ മദർ അതിന് സമ്മതിക്കുന്നില്ല. ഇയാൻ ഉത്തരവിട്ടതാണെന്ന് പറഞ്ഞത് കേട്ട് ഇയാൻ ഇവിടുത്തെ കിങ് അല്ലല്ലോ എന്ന് ക്യൂൻ മദർ പറയുമ്പോൾ ക്രൗൺ പ്രൊട്ടക്ട് ചെയ്യുന്ന റീജന്റ് ആണ് ഇയാൻ എന്ന് മിൻ പറയും. മീഡിയാസിന്റെ മുന്നിൽ വന്ന് നടന്നതിനൊക്കെ മിൻ ഉത്തരം പറയും. ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് ദോ അടക്കം എല്ലാ സ്റ്റാഫിനെയും ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പോലീസ് കൊണ്ടുപോകും. ഓരോരുത്തരെയായി ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ അവൾ ഇന്ന് ഫുഡ് കഴിച്ചില്ലായിരുന്നോ, അവൾ കുറച്ചു ദിവസമായിട്ട് ഉറങ്ങാറില്ലായിരുന്നോ, അവൾ ഫുൾ വർക്ക് ചെയ്യുകയായിരുന്നോ എന്നൊക്കെ ഓരോരുത്തർ പറയും. പക്ഷെ അവരുടെ സ്പൈ ആയ ആ ലേഡി സ്റ്റാഫ് മാത്രം പേടിച്ചുകൊണ്ട് അവിടെ ഇരിക്കും. ഹീജുവിന്റെ കൂടെ ഹോസ്പിറ്റലിൽ ഇരുന്ന് ന്യൂസ് കാണാണ് ഹ്യോങ്ങും തേജുവും അവന്റെ വൈഫും. പാലസിൽ ആദ്യമായിട്ടല്ല ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നത് എന്ന് തേജു ചോദിക്കുമ്പോൾ അതെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങളെ വീട്ടിൽ പോകുന്നില്ലേ എന്ന് ഹ്യോങ് ചോദിക്കും. ഹീജു എഴുന്നേൽക്കുന്നത് വരെ ഹോസ്പിറ്റലിൽ നിൽക്കാൻ വേണ്ടി അവളുടെ അച്ഛൻ തേജുവിനോട് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ ഹീജു കണ്ണു തുറക്കും. ആ വിവരമൊക്കെ ഹ്യോങ് ദോയെ വിളിച്ചു പറയും. ഇയാൻ അവന്റെ അച്ഛന്റെയും അമ്മയുടെയും ഓർമ്മ സ്ഥലത്ത് വന്ന് ഞാൻ ക്രൗൺ പ്രിൻസിന് നേരെ വന്നതിന് വീണ്ടും എന്നെ ശിക്ഷിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചു നിൽക്കുമ്പോൾ അവിടേക്ക് കോർട്ട് ലേഡി വന്ന് ഹീജു എഴുന്നേറ്റ കാര്യം പറയും. അത് കേട്ടപാടെ അവൻ ഹോസ്പിറ്റലിലേക്ക് ഓടും. റോയൽ ഫാമിലിയിലെ ആർക്കും ഓടാൻ പാടില്ലെങ്കിലും ഇപ്പൊ ആ റൂളൊന്നും ഇയാൻ നോക്കില്ല. ഹോസ്പിറ്റലിൽ എത്തുന്ന ഇയാൻ ലിഫ്റ്റ് ഒന്നും വർക്കാവാതെ അവിടെയുള്ള സ്റ്റെയർ ഒക്കെ കയറി ഹീജുവിന്റെ അടുത്തേക്ക് ഓടും. അവളെ കണ്ടപാടെ ഇയാൻ അവളെ ഹഗ് ചെയ്യും. ഇയാൻ ആകെ വിറയ്ക്കുന്നുണ്ടാകും. നീ ഇപ്പൊ ഓക്കെ അല്ലേ, നിന്നെ നഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിച്ചു എന്ന് പറഞ്ഞ് ഇയാൻ അവളെ ഹഗ് ചെയ്ത് ഒരുപാട് കരയും. എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ ആ സമയം അവിടേക്ക് മിൻ വന്ന് ഇൻവെസ്റ്റിഗേഷനായി ഇയാനെ കൊണ്ടുപോകും. ഹ്യോങ്ങിനോട് ഹീജുവിന്റെ അടുത്ത് നിൽക്കാനൊക്കെ ഇയാൻ പറയും. ഇയാൻ കഴിക്കുന്ന ഒരു മെഡിസിൻ കാരണമാണ് അവൾക്ക് ഈ അവസ്ഥ ഉണ്ടായത് എന്ന് മിൻ വഴി അവൾ അറിയുമ്പോൾ ഇയാന്റെ മെഡിസിൻസ് ഒക്കെ ചെക്ക് ചെയ്തിരുന്നോ എന്ന് ടെൻഷനോടെ ഹീജു ചോദിക്കും. ഇവിടെ പോലീസ് ഇയാൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ ആ മെഡിസിൻ അവൻ കഴിക്കുന്നതാണെന്ന് ഇയാൻ പറയും. നടന്ന കാര്യമൊക്കെ ഓർക്കുമ്പോൾ ഹീജുവിന് ഓർമ്മ വരും. വെഡ്ഡിങ്ങിന് വേണ്ടി അവൾ നടന്നു വരുമ്പോൾ ഡ്രസ്സിന്റെ വെയിറ്റ് കാരണം അവൾ വീഴാൻ പോകും. ആ സമയം അവർ രണ്ടുപേരുടെയും ഗ്ലാസ് അവിടെ നിന്ന് എക്സ്ചേഞ്ച് ആയിരുന്നു. അങ്ങനെയാണ് ഹീജുവിന് പോയിസൺ ഏറ്റത്. ശരിക്കും ഇയാനെ കൊല്ലാൻ വേണ്ടി ആരോ ചെയ്തതായിരുന്നു അത്. ഇയാൻ എവിടെയാണെന്ന് ചോദിച്ച് ഹീജു അവനെ കാണാൻ വരുമ്പോൾ മിൻ അവളെ തടയാനൊക്കെ നോക്കും. മിൻ തടയുന്നത് കണ്ട് ഇയാൻ അപകടത്തിലാണെന്ന് അവൾ ദേഷ്യത്തിൽ പറയും. ഇപ്പൊ പോലീസിനോട് ഇയാൻ പറയും അവരുടെ ടാർഗറ്റ് ഞാനായിരിക്കും. ഹീജു ആ മെഡിസിൻ കഴിക്കാത്തത് കൊണ്ടാണ് അവൾ ഇപ്പൊ സർവൈവ് ചെയ്തത്. അത് ഞാൻ കുടിച്ചിരുന്നെങ്കിൽ ഞാൻ ഉടനെ മരിക്കുമായിരുന്നു. ഇയാനെ കാണാൻ പോകുന്ന ഹീജുവിനെ ഹ്യോങ് തടയും. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇയാൻ പറഞ്ഞിരുന്നു എന്ന് ഹ്യോങ് പറയുമ്പോൾ പ്രിൻസിന്റെ അടുത്തേക്ക് ഞാൻ പോയിക്കോളാം എന്ന് പറഞ്ഞ് മിൻ അവന്റെ അടുത്ത് പോകും. ഇത്രയൊക്കെ നടന്നിട്ടും ക്യൂൻ മദർ എൻജോയ് ചെയ്ത് പിയാനോ വായിക്കുകയായിരിക്കും. അവിടേക്ക് കോർട്ട് ലേഡി വന്ന് ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചൊക്കെ പറയും. ഇയാനോട് പാലസിൽ പോകാൻ വേണ്ടി മിൻ പറയും. എന്റെ വൈഫ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഞാൻ പാലസിൽ പോവുകയാണോ എന്ന് ഇയാൻ ചോദിക്കുമ്പോൾ കുറച്ചു കഴിഞ്ഞാൽ ഹീജുവിനെയും പാലസിലേക്ക് അയക്കാം, നിങ്ങൾ രണ്ടുപേരും പാലസിലാണ് സേഫ്
പാലസിലാകുമ്പോൾ നിനക്ക് അവിടെ ഫുൾ കൺട്രോൾ ചെയ്യാം, പുറത്തുള്ള കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് മിൻ അവനോട് പറയും. മിൻ പറഞ്ഞത് പ്രകാരം ഇയാൻ ഇപ്പൊ പാലസിലേക്ക് വരും. ഹീജുവിന് താമസിക്കാനായി പാലസിലെല്ലാം അറേഞ്ച് ചെയ്യാൻ വേണ്ടി കോർട്ട് ലേഡിയോട് ഇയാൻ പറയും. രാവിലെ ആയപ്പോൾ ഹീജു ഇയാനെ വിളിച്ച് നിനക്ക് എങ്ങനെയുണ്ട്, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നിന്റെ കൂടെ ഹ്യൊങ്ങുണ്ടോ, ഹ്യൊങ്ങിനെ എന്തിനാ ഇവിടെ നിർത്തിയത് എന്നൊക്കെ ചോദിക്കും. ഹ്യൊങ്ങിനോടും ഹീജുവിനോടും പാലസിലേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഇയാൻ കോൾ കട്ടാക്കും. ഹീജുവിന്റെ സിസ്റ്ററിലോ അവളെ കാണാനായിട്ട് വരും. നീ ഇപ്പൊ എന്തിനാ ഇവിടേക്ക് വന്നത് എന്ന് ഹീജു ചോദിക്കുമ്പോൾ എന്നെ അച്ഛനാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. അവളുടെ അച്ഛൻ മാത്രമല്ല ഇയാനും ദോയും ഒക്കെ ഹീജുവിന്റെ കൂടെ നിൽക്കാൻ വേണ്ടി അവളെ ഏൽപ്പിച്ചതാണ്. ഹോസ്പിറ്റലിലായിട്ടും നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് ദയോങ് പറഞ്ഞത് കേട്ട് പുറത്ത് ഒരുപാട് മീഡിയാസ് ഉണ്ടാകും. അവരുടെ മുമ്പിലൊക്കെ ഹീജുവിന് അസുഖമുള്ളത് കാണിക്കാനായിട്ട് അവൾ അസുഖമുള്ളതുപോലെ തോന്നാൻ വേണ്ടി മേക്കപ്പ് ഒക്കെ ഇടും. മീഡിയാസിന്റെ മുമ്പിൽ ഹെൽത്ത് ഇഷ്യൂ ഉള്ളത് കാണിക്കാനൊക്കെ അവൾ എക്സ്പ്രഷൻ ഒക്കെ ഇടും. അവൾക്ക് അസുഖമാണെങ്കിലും കാറിൽ കയറുന്നതിന് മുമ്പ് മീഡിയാസിന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് കൊടുക്കാൻ അവൾ മറക്കില്ല. ദോയും അവളുടെ ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും ഹീജുവിന് വേണ്ടി PR വർക്ക് ചെയ്യും. ഇപ്പൊ എല്ലാവരും ഹീജുവിന് സപ്പോർട്ടായിട്ടാണ് നിൽക്കുന്നത്. ഹീജു പാലസിൽ വരുമ്പോ ക്യൂൻ മദർ അവളുടെ അടുത്ത് വന്ന് സ്നേഹത്തിലൊക്കെ അവളോട് സംസാരിക്കും. അവിടുന്ന് ഹീജുവിനെ രക്ഷിക്കാൻ വേണ്ടി ദയോങ്ങും ഹ്യൊങ്ങും കൂടി ഹീജുവിന് തല കറങ്ങുന്നുണ്ടെന്ന് പറഞ്ഞ് അവളെ അവിടുന്ന് കൊണ്ടുപോകും. ഹീജു കിങ്ങിനെ കാണാൻ വരുമ്പോൾ അവൾക്ക് എങ്ങനെയുണ്ട് എന്നൊക്കെ കിങ് ചോദിക്കും. പോലീസ് കിങ്ങിനെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ടാകും. അതിനെ കുറിച്ചൊക്കെ കിങ് പറയുമ്പോൾ പോലീസ് എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, ഹ്യൊങ്ങിനെയും കോട്ട്ലേഡിയെയും കാറ്റ്സിനെ വരെ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട് എന്ന് അവർ പറയും. ഇയാൻ അവിടേക്ക് വരുമ്പോൾ ഹീജുവും കിങ്ങും രണ്ടുപേരും അവന്റെ അടുത്തേക്ക് ഓടും. ദോ ഇപ്പോ പാലസിലേക്ക് വന്നിരിക്കുകയാണ്. ഇനി മുതൽ ഹീജു പാലസിലായതുകൊണ്ട് അവളുടെ സെക്രട്ടറിയായ ദോക്ക് അവിടുത്തെ ബാഡ്ജ് ഒക്കെ കിട്ടിയിട്ടുണ്ടാകും. കോർട്ട് ലേഡിയോട് ഹീജുവിന് സെക്യൂരിറ്റി ഏർപ്പാടാക്കാനൊക്കെ ഇയാൻ പറയും. ഹീജു അവനെ വിളിച്ച് കുറച്ചു നേരം അവൾക്ക് അവന്റെ കൂടെ ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് പറയും. അത് കേട്ട് സ്റ്റാഫ് എല്ലാവരും പുറത്തു നിൽക്കും. എല്ലാവരും പോയതിനു ശേഷം അവൾക്കൊന്ന് സുഖമായി കിടക്കാനായിരിക്കും അവൾ അങ്ങനെ പറഞ്ഞത്. എനിക്കല്ല, നിനക്കാണ് ഈ സെക്യൂരിറ്റി വേണ്ടത് എന്ന് ഹീജു പറയുമ്പോൾ അവരുടെ ടാർഗറ്റ് ഞാനാണെന്ന് എനിക്കറിയാം. അവരുടെ ടാർഗറ്റ് നീയായിരുന്നെങ്കിൽ എനിക്ക് ഇങ്ങനെ കൂളായി നിൽക്കാൻ പറ്റില്ലായിരുന്നു. ഞാനായതിൽ ഞാൻ ദൈവങ്ങളോട് താങ്ക് യു പറയുന്നു എന്ന് ഞാൻ പറയുന്നത് കേട്ട് ഹീജുവിന്റെ കണ്ണൊക്കെ നിറഞ്ഞ് അവിടെയുള്ള പില്ലോ എടുത്ത് അവൾ അവനെ അടിക്കും. എന്നെ വിധവയാക്കാനാണോ നിന്റെ പ്ലാൻ? നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ എന്നെ ഈ കൊട്ടാരത്തിൽ ഒറ്റയ്ക്ക് നിർത്താനാണ് നിന്റെ പ്ലാൻ? നിനക്കെന്തെങ്കിലും പറ്റിയാൽ പിന്നെ എനിക്ക് ഡിവോഴ്സ് പോലും കിട്ടില്ല എന്നൊക്കെ ഹീജു പറയും. അവനോടുള്ള കൺസേൺ കൊണ്ടാണ് അവൾ ഇങ്ങനെ പറയുന്നത് എന്ന് മനസ്സിലാക്കിയ ഇയാൻ അവളെ നോക്കി ചിരിക്കും. ഹീജുവിന് സുഖമില്ലാത്തത് കൊണ്ട് അവളുടെ ഡ്യൂട്ടീസ് ഒക്കെ ദോയും ഹ്യൊങ്ങും കൂടിയാണ് ചെയ്യുന്നത്. ക്യൂൻ മദർ അവളുടെ ഡ്യൂട്ടീസ് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഇയാൻ ആ റിക്വസ്റ്റ് ഒന്നും അക്സെപ്റ്റ് ചെയ്തില്ല. ഫോറൻസിക് റിപ്പോർട്ടൊക്കെ ഒരു സ്റ്റാഫ് വന്ന് മിന്നിന് കൊടുക്കും. ഹീജു പറഞ്ഞതുപോലെ തന്നെ ആരോ ഇയാന്റെ ഡ്രിങ്ക്സിൽ മെഡിസിൻ ചേർത്തതായിരിക്കും. ആ സ്റ്റാഫിനെ ഇപ്പൊ മിന്നിന്റെ അടുത്തേക്ക് കൊണ്ടുവരും. ഹീജു റൂമിലിരുന്ന് ദോയെ ഫോൺ ചെയ്യുകയായിരിക്കും. അപ്പോഴാണ് ഇയാൻ കുളി കഴിഞ്ഞു വരുന്നത്. അവന്റെ ലുക്ക് കണ്ട് ഹീജു അവനെ തന്നെ നോക്കി നിൽക്കും. അവൻ അവളുടെ അടുത്ത് വന്ന് ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് അല്ലേ, നീ റെഡിയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അവൾ ടെൻഷൻ അടിച്ച് അവളുടെ BP ഒക്കെ കൂടും. ഹീജുവിന്റെ അടുത്തേക്ക് ദോയും ഹ്യൊങ്ങും കൂടി നടന്നു വരികയായിരിക്കും. നിനക്ക് ഈ വഴിയൊക്കെ കാണാതെ അറിയാമല്ലോ, നീ എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു എന്ന് ദോ ചോദിക്കുമ്പോൾ ഞാനൊരു ഓർഫനാണ്, എന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ ഉപേക്ഷിച്ചതാണ്. ഒരു 5-6 വയസ്സ് മുതൽ ഞാൻ എവിടെയാണെന്ന് ഹ്യൊങ് പറഞ്ഞത് കേട്ട് ആ ക്വസ്റ്റ്യൻ ചോദിച്ചതിൽ ദോ സോറി പറയുന്നു. സോറിയുടെ ആവശ്യമൊന്നുമില്ല, ഈ കാര്യത്തില് ഞാൻ എന്റെ അച്ഛനോടും അമ്മയോടും താങ്ക്സ് പറയും. അവരെന്നെ ഉപേക്ഷിച്ചത് കൊണ്ടാണ് എനിക്കിപ്പോ ഈ ലൈഫ് കിട്ടിയത്. പാലസിലുള്ള എല്ലാവരും എന്നെ ഒരുപാട് സ്നേഹിച്ചു. ഇപ്പൊ പ്രിൻസിന്റെ കൂടെ പ്രിൻസിന്റെ പ്രൈവറ്റ് റെസിഡൻസിൽ വരെ എനിക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഹ്യൊങ് അവിടുന്ന് നടന്നു പോകും. ഹ്യൊങ്ങിന്റെ ഈ വാക്ക് കേട്ട് ദോക്ക് ഇപ്പൊ അവനോട് ഇഷ്ടം തോന്നും. അവരങ്ങനെ കിടക്കുമ്പം ഇയാനും ബെഡിൽ കിടക്കുന്നത് കണ്ട് നിനക്ക് സോഫയിൽ കിടന്നൂടെ എന്ന് ഹീജു ചോദിക്കുമ്പോൾ ഇതാണ് കംഫർട്ട്, വേണമെങ്കിൽ നീ പോയി സോഫയിൽ കിടന്നോ എന്ന് ഞാൻ പറയും. അവൾ അങ്ങനെ അവളുടെ സെന്ററിൽ പില്ലോ വെക്കുമ്പോൾ അവൻ അതൊക്കെ എടുത്തു മാറ്റി അവളെ ചേർത്ത് പിടിച്ച് കിടക്കും. അവളുടെ ഹാർട്ടിന്റെ വേരിയേഷൻ സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്താലോ, ഇത് വളരെ ഡിസ്റ്റർബിംഗ് അല്ലേ എന്ന് ഹീജു ചോദിക്കുമ്പോൾ നീ ജീവനോടെ ഉണ്ട് എന്നുള്ളതിന് തെളിവാണത്, അത് ഓഫ് ചെയ്യേണ്ട, ആ സൗണ്ട് എനിക്ക് ഇഷ്ടമാണെന്ന് ഇയാൻ പറയും. ഇയാൻ അങ്ങനെ പറയുന്നത് കേട്ട് ഹീജു അവനൊരു കിസ് കൊടുക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഉറങ്ങും. അവളുടെ ബ്ലഡ് പ്രഷറും BP ഒക്കെ നോർമൽ ആണെന്ന് ഇപ്പൊ ഡോക്ടർ ചെക്ക് ചെയ്ത് പറയും. ദോയെ അവളെ വിളിക്കുമ്പോൾ അവിടേക്ക് വരുന്നത് ഹ്യൊങ് ആയിരിക്കും. ഹീജുവിന്റെ കൂടെ ഇപ്പൊ ഒരു എക്സ്പേർട്ട് ആയ ഒരു സെക്രട്ടറിയാണ് വേണ്ടത്. എന്നെക്കാൾ വലുതായിട്ട് ഇവിടെ വേറെ ആരുമില്ല എന്നൊക്കെ ഹ്യൊങ് പറഞ്ഞത് കേട്ട് എന്റെ ദോ എവിടെ, ദോയെ നീ എന്താണ് ചെയ്തത് എന്ന് ഹീജു ചോദിക്കും. ദോ ഇപ്പോ ഇയാൻ സെക്രട്ടറി ആയിട്ടായിരിക്കും ജോലി ചെയ്യുന്നത്. ഇപ്പൊ ഹീജു റോയൽ ഫാമിലിയിലെ മെമ്പർ ആയതുകൊണ്ട് ഇയാൻ ഷെയ്ഖ് ഹാൻഡ് കൊടുത്തതിനു ശേഷമേ ഹീജു കൊടുക്കാൻ പാടുള്ളൂ. മീഡിയാസിന് മുമ്പിൽ ഓവർ എക്സ്പ്രഷൻ ഒന്നും ഇട്ട് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യരുത്, ഇരിക്കുമ്പം കാല് ക്രോസ് ചെയ്തിരിക്കരുത്, അങ്ങനെ ഒരുപാട് റൂൾസ് ഹ്യൊങ് അവരോട് പറയും. ഇയാനും ദോയും ഹീജുവിനെ കൂട്ടാൻ വേണ്ടി വരുമ്പോ നമ്മുടെ മാരേജ് കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ പ്രസ് കോൺഫറൻസ് അല്ലേ, അതുകൊണ്ട് അവന്റെ ഡ്രസ്സൊക്കെ മാറ്റി വരാൻ വേണ്ടി ഹീജു പറയും. ഇയാനും ഹീജുവും മാച്ചിങ് ഔട്ട്ഫിറ്റ് ഒക്കെ ഇട്ടായിരിക്കും വരിക. ഫോട്ടോസിന് പോസ്റ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അകത്ത് പോയാലോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നീ വേണമെങ്കിൽ ഒറ്റയ്ക്ക് പോയിക്കോ, ഞാൻ കുറച്ചും കൂടി ഫോട്ടോ എടുക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ വീണ്ടും പോസ്റ്റ് ചെയ്യും.
അടുത്ത ഫംഗ്ഷന് ഹീജ് പ്രസംഗിക്കുകയായിരിക്കും. ടോക്കി ഒരു കോള് വന്ന് അവൾ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ട് പോകും. ആ സമയം തന്നെ ഹ്യോങ്ങിന്റെ ഫോണിലേക്കും ഒരു കോൾ വരും. പിന്നെ അവിടേക്ക് വരുമ്പം അവരുടെ സ്റ്റാഫ് മിന്നിന് ഒരു ന്യൂസ് ഒക്കെ കാണിച്ചു കൊടുക്കും. അവള് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെയുള്ള കുട്ടികളെല്ലാം ഫോണിലെ ന്യൂസ് കണ്ട് പരസ്പരം സംസാരിക്കും. പെട്ടെന്ന് അവിടേക്കെല്ലാം മീഡിയസ് വന്ന് ഹീജിനോട് ഓരോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങും. അപ്പോഴാണ് ആ ന്യൂസ് ഒക്കെ ഹ്യോങ് ഇയാന് കാണിച്ചു കൊടുക്കുന്നത്. അവരുടെ മാരേജിന്റെ കോൺട്രാക്ട് എങ്ങനെയോ ലീക്കായി. നിങ്ങളത് കോൺട്രാക്ട് മാരേജ് ആണോ, 3 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ ഡിവോഴ്സ് ചെയ്യുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് മീഡിയാസ് അവളുടെ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ അവള് പാനിക്കായി പുറകോട്ട് പോകും. ആ സമയം ഇയാൻ അവിടേക്ക് വന്ന് അവളുടെ കൈ പിടിച്ച് മീഡിയാസിന് മുന്നിൽ നിന്നും അവളെ മറച്ചുകൊണ്ട് നിൽക്കും. ഇയാൻ എന്നിട്ട് അവളുടെ കൈയും പിടിച്ച് അവിടുന്ന് പോകും. ഈ സീൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇവരുടെ കോൺട്രാക്ട് മാരേജ് എങ്ങനെയാണ് ലീക്കായത്, ആരാണ് ലീക്ക് ചെയ്തത് എന്നൊക്കെ അറിയാനായിട്ട് അടുത്ത എപ്പിസോഡായിട്ട് വെയിറ്റ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് വരുന്നവരെ ബൈ.